മേടക്കൂറിന് ശേഷം അടുത്തതായിട്ട് എടവക്കൂറ്. എടവക്കൂറുകാർക്ക് കഴിഞ്ഞ വർഷം വളരെ നല്ല കാലമായിരുന്നു. 11ാം ഭാവത്ത് ശനിയും ചന്ദ്രൻ 2-ൽ വ്യാഴവും സാധിക്കുന്ന സർവകാര്യ സാധ്യമായിട്ടുള്ള ഒരു സമയമായിരുന്നു. കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ടുണ്ടായിരുന്ന എടവക്കൂറുകാർക്കുള്ള പല പല പ്രശ്നങ്ങളും പരിഹരിച്ച് അവരെല്ലാം വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു കാലമായിരുന്നു കഴിഞ്ഞ കാലം. അതിനിപ്പോൾ ഒരു വലിയ മാറ്റം വന്നു, കുഴപ്പം വന്നു എന്നൊന്നുമല്ല. പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ വളരെ ഇതാക്കിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും കടം കൊടുത്ത കാശ് കിട്ടാതെയും അതുമാതിരി സാമ്പത്തികപരമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് വിഷമിക്കണം കുറച്ച് പേരെങ്കിലും ഉണ്ടായിരുന്നു. എങ്കിലും പൊതുവെ എടവക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷക്കാലം 2025 മേടം മുതൽ ഇതുവരെയുള്ള കാലം വളരെ മനോഹരമായ കാലമായിരുന്നു. ഈ കൊല്ലം അതിന് വളരെ മാറ്റം വന്നു, വലിയ പ്രശ്നത്തിലായി എന്നുള്ളതല്ല. ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം എടവക്കൂറുകാർക്ക് ചെറിയ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വ്യാഴം 3-ാം ഭാവത്തേക്ക് വരുന്നു. വ്യാഴം സർവേശ്വരകാരകനാണ്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ എല്ലാത്തിൻ്റെയും ഫലം നമുക്ക് കൃത്യമായിട്ട് തരുന്നത് വ്യാഴം എന്ന് പറഞ്ഞൊരൊറ്റ ഗ്രഹമാണ്. ബാക്കിയുള്ള ഗ്രഹങ്ങൾക്കൊന്നും റോളില്ല എന്നല്ല. വ്യാഴം പൂർവ്വ പുണ്യമാണ്. വ്യാഴം സന്താനകാരകനാണ്. വ്യാഴം ദൈവാധീനത്തിൻ്റെ കാരകനാണ്. അതുപോലുള്ള നമ്മുടെ പ്രാർത്ഥനയുടെയും ബാക്കിയുള്ള കാര്യങ്ങളുടെ എല്ലാം ഗുണവശത്തെ പ്രധാനമായിട്ട് തീരുമാനിക്കുന്ന വ്യാഴമാണ്. ഈ വ്യാഴം 3-ാം ഭാവത്തേക്ക് ചന്ദ്രൻ 3-ലേക്ക് പോകുന്നതിനെ പറ്റി പൊതുവെ നമ്മുടെ ഗുരുക്കന്മാർക്ക്, ജ്യോതിഷ പ്രവാചകന്മാർക്ക് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നാലും 3-ലെ വ്യാഴം മുറവിളി കൂട്ടും എന്നുള്ളൊരു ചൊല്ല് തന്നെയുണ്ട്. അപ്പോൾ നേരുവായിട്ട് നടന്നുകൊണ്ടിരുന്ന ചില ബിസിനസ് കാര്യങ്ങളിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ചില പ്രതികൂല തടസ്സങ്ങളുണ്ടാവുക, സുഹൃത്ത് ബന്ധങ്ങളിൽ ചില വിഷയങ്ങളുണ്ടാവുക, അതുപോലെ റിലേഷൻഷിപ്പുകളിലൊക്കെ ചെറിയ ചില വലിയ കാരണങ്ങളൊന്നും ഇല്ലാതെയുള്ള അകൽച്ചകൾ ഉണ്ടാവുക, പ്രധാനമായിട്ടും ചില സമ്പത്തിൻ്റെ ഒഴുക്കിന് എന്തൊക്കെയോ ഒരു തടസ്സം. ഇത്ര നാളും വളരെ മനോഹരമായിക്കൊണ്ടിരുന്ന എൻ്റെ മനസ്സിന് എന്താണ് പറ്റിയത്, എൻ്റെ ലൈഫിന് എന്താണ് പറ്റിയത്, അതുപോലുള്ള ചിന്തകൾ ഉണ്ടാവുക, മൊത്തത്തിലൊരു ചെറിയ ഒരു മിസ്റ്റേക്ക് അനുഭവിക്കുക, അങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ. അതുമാതിരി ക്ഷേത്രത്തിലൊക്കെ കൃത്യമായിട്ട് പ്രധാനമായിട്ടും പതിവായി പോയിക്കൊണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ ക്ഷേത്ര ദർശനത്തിനോടോ അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങളുടെ ചെറിയ വൈമുഖ്യം ഉണ്ടാവുക, ഇതൊക്കെ 3-ലെ വ്യാഴം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് വ്യാഴപ്രീതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ എടവക്കൂറിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വ്യാഴപ്രീതി ഉണ്ടാക്കണമെങ്കിലോ വ്യാഴം സർവേശ്വരകാരകനാണ്. ഏത് ദൈവത്തിനെ ഭജിച്ചാലും വ്യാഴം പ്രീതിപ്പെടും. എങ്കിലും ഗുരുക്കന്മാർ തീർത്തും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് വിഷ്ണുവിനെ ഭജിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വ്യാഴാഴ്ചകളിൽ നിങ്ങളുടെ സമീപത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ സന്ദർശിച്ച് വിഷ്ണു പ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രധാനമായിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, വ്യാഴാഴ്ച ദിവസം നിങ്ങളുടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ, കൃഷ്ണൻ്റെ അമ്പലത്തിൽ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം ഇവ നടത്തുക. വ്യാഴത്തിന് വേണ്ടി എന്ത് കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യണം. 3 വ്യാഴാഴ്ച അടുപ്പിച്ചെങ്കിലും ചെയ്യണം. വ്യാഴത്തിൻ്റെ സംഖ്യ 3 എന്നുള്ളതാണ്. വ്യാഴത്തിൻ്റെ മന്ത്രം ഓം എന്നുള്ളതാണ്. അതുകൊണ്ട് വിഷ്ണുവിന് ചെയ്യുന്നതായിട്ടുള്ള ഇത്ര മാത്രം ഉള്ള കാര്യങ്ങളെല്ലാം 3 പ്രാവശ്യമെങ്കിലും 3 വ്യാഴാഴ്ചകളിൽ തുടർച്ച ചെയ്യണം. ശേഷമുള്ള വ്യാഴാഴ്ചകളിലേക്ക് പോകണ്ടെന്നല്ല, ഒന്ന് ചെയ്യാൻ പറ്റിയിട്ടെങ്കിലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ പോയിട്ട് ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക. ഗുരുവായൂർ, തിരുപ്പതി, അതുപോലുള്ള വിഷ്ണു പ്രദേശങ്ങളിൽ, വൈഷ്ണവ ഗ്രഹങ്ങളിൽ പോയി തൊഴുകണതും പ്രാർത്ഥിക്കണമൊക്കെ ഈ വ്യാഴപ്രീതിക്ക് വളരെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ ജാതക പരിശോധന നടത്തി വളരെ വിശ്വാസപരമായിട്ടുള്ള, നിങ്ങൾക്ക് വിശ്വാസമുള്ള സ്വാത്വികനായിട്ടൊരു ജ്യോതിഷനെ കണ്ട് ജാതക പരിശോധന നടത്തി ഇപ്പോഴത്തെ ദശ അപഹാരങ്ങൾക്ക് കൂടിയുള്ള വഴിപാടിനും കൂടി നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2026 ഈ വിഷുഫലം അല്ലെങ്കിൽ ഈ വിഷുവർഷം
നിങ്ങൾക്ക് വളരെ ഗുണപ്രദമാകും എന്ന് തന്നെയാണ് കാണുന്നത്.